നിന്റെ മൊബൈൽ റീചാർജ് തരാടി രാധാവണി. മൊബൈൽ റീചാർജോ? താൻ എന്തുവാടോ ഇപ്പൊ ഇങ്ങോട്ട് മാറണോ? ഇന്ന് ഇവിടെ ഓപ്പറേഷൻ ഉള്ളു. താൻ എന്നോ കാണിച്ചോണ്ടിരിക്കുവാടോ? പിന്നെ ഓപ്പറേഷന്റെ കാര്യം വലിയ രീതിയിൽ സിസ്റ്റർ പറയല്ലേ. ഓപ്പറേഷൻ എന്താന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ഏതെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ തെമ്മാടിത്തരം കാണിച്ചിട്ട് ഇങ്ങോട്ട് വരും. എന്നാൽ നമ്മളെന്താ ചെയ്യുന്നത്? ഇൻഷുറൻസ് കമ്പനിക്കാരെ പറ്റിക്കാൻ വേണ്ടിട്ട് ഇവിടെ നിന്ന് വ്യാജ സർട്ടിഫിക്കറ്റ് കൊടുക്കും, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. അതല്ലേ ഇവിടെ നടക്കുന്ന ഓപ്പറേഷൻ. താൻ പറയുന്നതൊക്കെ ശരി, പക്ഷെ നമുക്ക് ശമ്പളം കിട്ടുന്നുണ്ടോ? നമ്മൾ എന്തിനാണോ കൂടുതൽ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നത്? താൻ മാറണോ? ഡോക്ടർക്ക് വന്ന് ഇവിടെ ഓപ്പറേഷൻ ചെയ്യാനോ? ഇങ്ങനെ മാറിക്കേടോന്ന്. എങ്ങോട്ടാ ഇടിച്ചെറിയുന്നത്? ഇവിടെ അനുവാദം ചോദിച്ചിട്ട് വേണ്ട അകത്തോട്ട് വരാൻ. പിന്നെ ഭടന്മാരുടെ അനുവാദം ചോദിച്ചിട്ട് രാജകൊട്ടാരോ? ഇത് ഓപ്പറേഷൻ തിയേറ്ററില്ലേ? ഓപ്പറേഷൻ ചെയ്യാൻ വന്നതാ. രാജകൊട്ടാരോ? പോയി വാടിക്കിടക്ക. ഇവിടെ പുഷ്പ നിനക്കെന്നെ മനസ്സിലായില്ലേ? രമേശൻ സാറ്. സാറേ അറിഞ്ഞില്ല കേട്ടോ. ആരാടോ? നമ്മുടെ സെക്രട്ടേറിയറ്റിലെ അണ്ടർ സെക്രട്ടറി ഇല്ലേ, രമേശൻ സാറ്. നമുക്ക് വല്ലതും തടയോ? പിന്നെ നമുക്ക് ഒരുപാട് ഉപകാരം ചെയ്തൊരു സാറല്ലേ. സാറേ അറിയില്ല കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓപ്പറേഷൻ ചെയ്തിട്ട് പോറുണ്ട് ഇൻഷുറൻസ് സാറെ പറ്റിക്കാൻ വേണ്ടി. 3 മാസം മുമ്പ് വരികയും ചെയ്ത്. അതെ അതെ. എന്ത് സാറേ പെട്ടെന്ന് എന്ത്? ഇപ്പൊ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്റെ ഭാര്യയുടെ നിർബന്ധം. എന്ത്? അവളും ഞാനും കൂടി അടുത്ത മാസം ലണ്ടനിൽ ടൂർ പോവാ. പൈസ ഇല്ല. അപ്പൊ ഇൻഷുറൻസ് സാറെ പറ്റിക്കാൻ വേണ്ടി വന്നതാ. അപ്പൊ ചെറുതായിട്ട് ഇവിടെ ഒന്ന് പോന്തി വിട്ടിട്ട് ഒരു 4 സ്റ്റിച്ച് വിട്ടിട്ട് ഒന്ന് കിഡ്നിക്ക് കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞ ഈ സർട്ടിഫിക്കറ്റ് തന്നാ മതി. ഡോക്ടറിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ഒരൊറ്റ പുഷ്പം പോന്താനോ? വേണ്ട വേണ്ട, നമ്മളെ സ്ഥിരം ചെയ്യുന്ന സുമേഷ് ഡോക്ടർ മതി. സുമേഷ് ഡോക്ടർ? അയ്യോ, സുമേഷ് ഡോക്ടർ പോയാ? പിന്നെ അങ്ങനെ പിന്നെ കോഴിക്കോട് അവിടെ തലശ്ശേരി അവിടെ സ്ഥലം മാറിപ്പോയി. അപ്പൊ ഇപ്പൊ ഓപ്പറേഷൻ ചെയ്യുന്ന ആരാ? ഇന്ന് വരുന്ന ഏതോ ഒരു നോർത്ത് ഇന്ത്യയിലുള്ള ഒരു സാറാ. അതെ, മ്യൂസിക്കൽ തെറാപ്പി അങ്ങനെ എന്തൊക്കെ ഓപ്പറേഷൻ എന്തൊക്കെയാ പറയാ, നമ്മള് കണ്ടിട്ടില്ല. എന്താ സാറേ? ഞാനിപ്പോ 5-6 പ്രാവശ്യമായിട്ട് ഇൻഷുറൻസ് സാറെ പറ്റിക്കല്ലേ. അവന്മാര് ഞാൻ ഇതിനകത്ത് അഴിമതി നടത്തണമെന്ന് പറഞ്ഞാണ് ഇവന്മാരുടെ ഇൻഷുറൻസിന്റെ യാതൊരു ഏജന്റിനെ പുറത്തിരുത്തിയിട്ടുണ്ട്. ഇത് ശരിയാണെന്ന് അറിയാൻ വേണ്ടി. അപ്പൊ കയറി വന്ന് ചോദിക്കുകയെല്ലാം ചെയ്യുകയാണെങ്കിൽ എന്റെ കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോണം. സാറിങ്ങോട്ട് വന്ന് ഇവിടെ വന്ന് കിടന്നു. സാറിങ്ങോട്ട് വന്ന് കിടക്കാന്ന് പറഞ്ഞ പിന്നെ കയറി കിടക്കാം. പുഷ്പതാൻ എന്തുവാണ് കാണിക്കുന്നത്? ഇങ്ങോട്ട് മാറി, ഇങ്ങനെയാണോ കാണിക്കുന്നത്? സാറ് കിടന്നോട്ടെ സാറ്. സൂക്ഷിച്ചേ, കാല് പതുക്കെ പൊക്കി പതുക്കെ. ഹലോ ഹലോ, ആരാ? അല്ല, അമ്മായിയുടെ വീടാണെങ്കിൽ ഇവിടെ വന്ന് ഇടിച്ചു കയറുന്നത്. ഇതൊരു ഓപ്പറേഷൻ. I am the managing director of Vakesh Health Insurance Private Limited, India, Kerala Limited. സാഹിബിന്റെ കൊച്ചുമാനെ മലയാളത്തിൽ പറ. ഇംഗ്ലീഷ് അറിയില്ലേ? അതായത് റോഡിൽ കൂടി നടന്നു പോകുന്ന ഒരു മനുഷ്യന്റെ ആരോഗ്യം ക്ഷയിക്കുമ്പോൾ അവന്റെ ഉപാധിയോയ പ്രവർത്തനങ്ങൾ നേരെയാക്കുന്ന ആരോഗ്യ കേന്ദ്രങ്ങൾ നൽകുന്ന രസീതുകൾ കൈപ്പറ്റിക്കൊണ്ട് അവനെ ആനന്ദത്തിന്റെ ഉത്തുംഗ സംഘത്തിലെത്തിക്കുന്ന സ്ഥാപനം. ആരോഗ്യരക്ഷയാണ് ഞങ്ങളുടെ പ്രധാനം. അല്ല, ഇപ്പൊ ഈ ഓപ്പറേഷൻ അത് ഞാൻ പറഞ്ഞുതരാം. ഈ കിടക്കുന്ന രമേശൻ സാറ് ഞങ്ങളുടെ ഇൻഷുറൻസ് കമ്പനിയെ പറ്റിച്ച് ഇൻഷുറൻസ് തട്ടിയെടുക്കാനായി 6 തവണ ക്രമക്കേട് കാണിച്ചു. സാറിനെ ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് വെട്ടിക്ക് ഇവിടെ കൊണ്ട് കിടത്തുമ്പോ ഞാനല്ലേ ചാരിയർത്തി പൊടി എനിക്ക് 5 വാരി തന്നത് അല്ലേ? മൂത്രം ഒഴിക്കണമെന്ന് പറയുമ്പോ ഞാനല്ലേ ബാത്റൂമിൽ കൊണ്ടുവന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. എന്നെ ഇതുവരെ കാണിച്ചു തന്നിട്ടില്ലല്ലോ. എന്തോന്ന് നേരത്തെ പറഞ്ഞത്? പറഞ്ഞു കഴിഞ്ഞാൽ അഴിമതി കാണിച്ചെന്നാണ്. അതാണോ? എന്റെ സാറിന് ആത്മാർത്ഥമുള്ള ആളാ കേട്ടോ. എന്റെ സാറിന് കുറ്റം പറയരുത്. അറ്റൻഷൻ പ്ലീസ്. 7ാം നിലയിലെ ഒപിയിൽ നിന്നും 6ാം നില വഴി 5ാം നിലയിലേക്ക് ഡോക്ടർ വന്നുകൊണ്ടിരിക്കുന്നു. ഓപ്പറേഷൻ തിയേറ്ററിനെ പുളഹിതമാക്കുവാൻ ഡോക്ടർ സാറിന് സ്വാഗതം സ്വാഗതം. ഓപ്പറേഷൻ തിയേറ്ററിനെ പുളഹിതമാക്കും ഡോക്ടർ സാറിന് സ്വാഗതം. എന്തുവാണ് കാണിക്കുന്നത്? ഇതൊരു ഓപ്പറേഷൻ തിയേറ്ററാണോ? എല്ലാം കണക്ക് തന്നെ. താനാരാ? തന്നെ ഞാൻ എടുത്ത് ഉടുക്കണ്ടെങ്കിൽ ഇവിടെ കടന്നു പോണ പുറത്ത്. ഇവിടെ ആവശ്യമില്ലാത്തവരെല്ലാം ഇറങ്ങിപ്പോയി. സാറ് പോകരുത്. സാറ് ഇവിടെ
ആവശ്യമുള്ളതാ. എന്നെ ആവശ്യമുണ്ടല്ലേ? ആവശ്യമില്ലാത്ത നീ ഇറങ്ങിപ്പോടാ. താനെന്തോ പറയുന്നത്? ഇത് ഓപ്പറേഷൻ നമ്മൾ മാത്രം മതി. ആരാ വന്നിരിക്കുന്ന അറിയോ? ആരാ? ഓപ്പറേഷൻ ചെയ്ത ഡോക്ടറെ. ഇവിടെ ഓപ്പറേഷൻ സാറേ നമസ്കാരം. അനുഗ്രഹിച്ചിരിക്കുന്നു. സമ്മതിച്ച്. എന്താ പേരെന്താ? പിന്നെ പുഷ്പൻ. മിസ്റ്റർ പുഷ്പൻ. എന്തോ? കമൺ ബേബി. ഇന്ന് ആരുടെ പണിയാ ഞാൻ തീർക്കേണ്ടത്? ആരെയാ ഞാൻ ഓപ്പറേറ്റ് ചെയ്യേണ്ടത്? ഇദ്ദേഹം എന്ന് പറയുന്നത് നമ്മുടെ സെക്രട്ടറി, അണ്ടർ സെക്രട്ടറിയുടെ ആണോ? ഇതാണ്. അപ്പൊ ജോലി ചെയ്യുന്ന സെക്രട്ടറി. ഓക്കെ. അപ്പൊ അദ്ദേഹം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലെയിം ആയിട്ടുള്ള ചെറിയ അഡ്ജസ്റ്റ് മാനേജ്മെന്റ് എന്നോട് പറഞ്ഞിരുന്നു. നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് വ്യാജം ഐ ജസ്റ്റ് ഇൻവൈറ്റ് യു. ഹലോ. അപ്പോ യു ആർ വെരി ലക്കി നൗ. എന്താ സാർ? കാരണം ഞാൻ ആദ്യമായി ബോധത്തോടെ ഓപ്പറേഷൻ ചെയ്യുന്നത് നിങ്ങളെയാണ്. അപ്പൊ ഇതിന് മുമ്പൊക്കെ വെള്ളമടിച്ച് പിറ്റായിട്ടായിരിക്കും ഓപ്പറേഷൻ ചെയ്തോണ്ടിരുന്നത്. അയ്യോ അതല്ലെന്ന്. ഈ ഓപ്പറേഷന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് സാർ? നിങ്ങൾ ഞങ്ങൾ മൈക്ക് കിടത്തില്ല. നിങ്ങൾക്ക് ഈ ഓപ്പറേഷൻ ലൈവായിട്ട് കാണാൻ കഴിയും. നിങ്ങളുടെ ഈ അവയവങ്ങളൊക്കെ എടുത്ത് ഞാൻ കിഞ്ഞാണി കളിക്കാം. കിഞ്ഞാണി എനിക്ക് ബോധത്തോടെ കാണാം. വണ്ടർഫുൾ ജോബ്. സാറേ, അപ്പൊ മറ്റേ കാലെല്ലാം കൂട്ടിക്കെട്ടി ചെവിയിലും മൂക്കിലും വായിലും എല്ലാം പഞ്ഞടിച്ചു തരാട്ടാ. അത് ഓപ്പറേഷൻ കഴിഞ്ഞല്ലേ ചെയ്യേണ്ടത്? ഗൈസ്, പുള്ളിയുടെ ഓർണമെന്റ്സ് ഒക്കെ റിലേറ്റീവ്സിന് വിളിച്ചാൽ കൊടുത്തേക്കൂ. എല്ലാം ഉണ്ടോ? രമേശൻ സാറിന്റെ ആളുണ്ടോ? രമേശൻ സാറിന്റെ ആളുണ്ടോ? രമേശൻ സാറിന്റെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ആരോട് ചോദിക്കുക? വിളിച്ചാ പട്ടി വരും. എടാ ഞാൻ വീട്ടിൽ കിടന്ന് ചാക്കാലെടുത്ത് വിളിച്ചാൽ അവള് വരില്ല. പിന്നെ ആശുപത്രി കിടന്ന് വിളിച്ചാ പറഞ്ഞത്. എന്റെ പൊന്നു മേള എത്ര നേരം കൊണ്ട് വിളിക്കുന്നു? കൂടെ വരണ്ടേ? കാണുന്നവരൊക്കെ വിളിക്കുമ്പോ ഇറങ്ങി പാനിക്കാണോടോ ഞാന്? വിളിച്ചാ കൂടെ വരാന്. രമേശ സാറിന്റെ രോഗവിവരങ്ങളെ കുറിച്ച് പറയാൻ ഡോക്ടർ വിളിക്കുന്നുണ്ട്. ഒന്ന് അങ്ങോട്ട് വരണം. ഡോക്ടർ വിളിച്ചാ ഞാൻ പോകും. സാറേ, വന്നു. അപ്പോ ആരാണ്? വൈഫാണ്. ഇദ്ദേഹത്തിന്റെ. ഓക്കെ ഓക്കെ. അപ്പോ ഇത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് കിട്ടിയ സാധനങ്ങളാണ്. കിഡ്നിയാണോ സാർ? ഞാൻ പറഞ്ഞ ആയ കാലത്ത് ഇത് കൊടുത്ത് നമുക്ക് കാശ് വാങ്ങി അടിച്ചു പൊളിച്ച് ജീവിക്കാമെന്ന്. ഇങ്ങനെ അത് സമ്മതിച്ചില്ല. ഇപ്പൊ ഇത് വേസ്റ്റ് ആയില്ലേ? അതല്ല, പിന്നെ ഇത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് കിട്ടിയ മാലയും മോതിരവും ഒക്കെയാണ്. ഇതങ്ങനെ വിഴുങ്ങിയതാണോ? എനിക്കറിയാം, അങ്ങനെ ഞാൻ എടുക്കാതിരിക്കാൻ അതിനപ്പുറം ചെയ്യുന്ന മനുഷ്യനാ. അയ്യോ എന്റെ സഹോദരി, അതല്ല പറഞ്ഞത്. ഇത് അദ്ദേഹത്തിന്റെ കഴുത്തിലും വിരലിലും ഒക്കെ കിടന്ന മാലയും മോതിരമാണെന്ന്. അതെ അതെ. ഡോക്ടറെ, ഇപ്പൊ അങ്ങനെ എങ്ങനെയുണ്ട്? ദൈവം സഹായിച്ച എനിക്ക് ഒരു കുരുവില്ലടി. കണ്ടോ, അബോധാവസ്ഥ കിടന്നാ പോലും എന്നെ അങ്ങനെ ചീത്ത വിളിക്കും. പിന്നെ രക്ഷപ്പെടാൻ എന്തെങ്കിലും സാധ്യത? അതെന്താ? അല്ലെങ്കിൽ എനിക്കങ്ങ് രക്ഷപ്പെടായിരുന്നു. Thank you, doctor. പുറത്തിരുന്നോളൂ. അപ്പോ സിസ്റ്റർ, നമ്മൾ ഓപ്പറേഷൻ ആരംഭിക്കാൻ പോവാണ്. ടൂൾസ് എടുത്തോളൂ. നമുക്ക് ഈ ഓപ്പറേഷൻ ചെയ്യാം. എനിക്ക് കൈക്ക് ചെറിയൊരു വിറയലുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങ് തുടങ്ങാം. മ്യൂസിക് തെറാപ്പി, ഹാർട്ട് ഓപ്പറേഷൻ. ഓഹോ 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 ഓഹോ. മഴക്കോളു കണ്ടാൽ മതിക്കും ഈ നാട്ടിൽ, ഇടത്തോട് പോലും ആറ് കിളിപ്പാട്ട് തേനാ കുടിക്കും ഈ നാട്ടിൽ, കരിക്കാടി പോലും പാല് തണുപ്പോടും ഈ നാട്ടിൽ. ഇത് ഗാനമേളയാണോ അതോ ഓപ്പറേഷൻ തിയേറ്റർ ആണോ? അല്ല, ഇത് ഓപ്പറേഷനാ. എന്താ ഗാനമേളയാന്ന് വിചാരിച്ചു. ആണോ? അയ്യോ, ഒന്ന് വെളിയിൽ പോയിരിക്കോ. ഒരു കിളി പറഞ്ഞ ആശുപത്രി ആയി പോയല്ലോ. അപ്പോഴേ പിന്നെ രമേശ സാറിന്റെ കേസിന്റെ വിശദ വിവരങ്ങൾ, എന്തൊക്കെ ചെയ്യണം, മരുന്ന് വിവരങ്ങളെല്ലാം ഉണ്ട് സാറേ. സർജറിയുടെ ഭയങ്കര വിറയില. വിറയലുണ്ടാ? അന്ന് അടിച്ചാ മാറും സാർ. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചെയ്യണല്ലേ. മുമ്പ് ഇടയ്ക്കിടയ്ക്ക് ഓപ്പറേഷൻ കഴിഞ്ഞാൽ അവർ അടിച്ചോണ്ടാ പറഞ്ഞത്. സാർ അന്ന് അടിച്ചു കഴിഞ്ഞാൽ വിറയല് മാറും. മാറുമല്ലേ? ആണെങ്കിൽ 200 ഞാൻ ഇടാം. നീ 200 ഇട്ടാ ഡോക്ടറെ ഞാൻ 50 രൂപ കയറ്റി വെക്കും. 250 അത് വേണം. അങ്ങനെ വേണം. ഇതൊക്കെ ഏത് കാലത്താ താമസിക്കുന്നത്? അതൊക്കെ നേരത്തെ ഇപ്പൊ രണ്ടാമത്തെ തുറന്നില്ലേ? വില ഉത്തരങ്ങ് അടിച്ചു കയറ്റി. എന്തിനാ അടിച്ച് കയറ്റിയത്? അപ്പൊ ഒരു കാര്യം ചെയ്യ്, നീ സാധനം എടുത്തിട്ട് വന്ന് പിന്നീട് കണക്ക് പറഞ്ഞാൽ മതി, അങ്ങ് തന്നോളാം. അല്ല, മുപ്പരുടെ ചൂട് കപ്പലിൽ മേടിക്കട്ടെ. അയ്യോ, കൊടുക്കരുത്. ഇവന് എന്റെ മുറിവ് പഴുത്തോ. അയ്യോ, ആണോ? പിന്നെ പോയിട്ടോ. അപ്പം സിസ്റ്റർ, വരൂ. ഓടി വാ കൊച്ചേ. പിന്നെ ഇയാളുടെ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് ഇയാളുടെ ശരീരത്തില് സീബ്ര ലൈൻ പോലെ ഇവിടെ ഒരു 6 വര, ഇവിടെ നിന്ന് ഒരു 3 വര ഇടണം. സിസ്റ്റർ വരച്ചത് അതാണ് സുഖം. സിസ്റ്റർ എന്നെ വരച്ചാ മതി, അതാണ് സുഖം. അതെന്ത്? അല്ല, ഈ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, വൈദ്യൻ കൽപ്പിച്ചതും വരാ, രോഗി ഇച്ഛിച്ചതും വരാ. ഉണ്ട്. വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചിട്ടതും ഒക്കെ ഒരു വരയാണത് മൊത്തത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്. അപ്പൊ നമുക്ക് ഓപ്പറേഷൻ തുടങ്ങാം. Let's start the operation.
യോ ഡോക്ടറെ ഡോക്ടറെ ആരുടെ ഇത് അശരീരിയാടാ. ഓപ്പറേഷൻ നടത്താൻ പറ്റൂല. ഓപ്പറേഷൻ നടത്താൻ പറ്റൂല. ഇത് ഞങ്ങളുടെ വാക്കേഷ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ MD ആണ്. MDക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്തായി ഡോക്ടറെ? ആക്ച്വലി ഞങ്ങളുടെ കൊട്ടിയത്തെ ചാത്തന്നൂരിലെ ഇൻഷുറൻസ് കമ്പനി പൊട്ടി. ബ്രാഞ്ച് ഉണ്ടായിരുന്നു, അത് പൊട്ടി പോയി. പിന്നെ ഡോക്ടർ ഇന്ന് ഇയാൾക്ക് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഇയാൾക്ക് കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല. അതുകൊണ്ട് പക്ഷെ എനിക്ക് ബുദ്ധിയുണ്ട്. എന്റെ ടെക്നിക്ക് വെച്ച് ഞാൻ വേറെ സംഭവം ചെയ്തിട്ടുണ്ട്. ഞാൻ വലിയൊരു ഇൻഷുറൻസ് കമ്പനിയിൽ എന്റെ ഒന്ന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഡോക്ടർ ഇന്ന് എനിക്കൊന്ന് ഓപ്പറേഷൻ ചെയ്യുവാണെങ്കിൽ ആ ഇൻഷുറൻസ് പൈസ കിട്ടുമ്പോൾ അതെടുത്ത് ഞാൻ ഇയാൾക്ക് കൊടുക്കാം. Masters.